ആയിക്കോട്ടെ, കുട്ടപ്പൻ ചേട്ടായിക്ക് വേണ്ടി ഞാൻ അതിനും ഓക്കെ. ഒരു നാട്ടുകടപ്പ് വെച്ച് പറയാന്നേല് തോട്ടം ജോമോന്, കടയും മുണ്ടക്കയത്തെ സ്ഥലവും ജെയ്സന്, പിന്നെ ഇളയ മോനെന്ന നിലയ്ക്ക് ഈ വീടും പറമ്പും ജോജിക്ക്. ഇതിലാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം കിടപ്പുണ്ടല്ലോ, പോരാതിന് അക്കൗണ്ടിൽ കുറച്ച് ഡിപ്പോസിറ്റും ഉണ്ട്. പിന്നെ കാനറ ബാങ്കിലെ ഒരു FD ഇല്ലേ, അത് പോപ്പിക്ക് കൊടുക്കണമെന്നാണ് കേട്ടോ കുട്ടപ്പ ചേട്ടായിക്ക്. ഇതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, തീരുമാനം നിങ്ങളുടേതാണ്. നമ്മളീ കാണിക്കുന്ന ആർത്തി ഉണ്ടല്ലോ, അത് അപ്പൻ്റെ ആത്മാവ് കാണുന്നുണ്ടാവും. ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്ന് കണ്ടോട്ടെ. ഇവിടെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നുണ്ടെന്ന് എല്ലാവരും വിചാരം. കൊല്ലം കുറയായി ഇവിടെ റെസ്റ്റ് ഇല്ലാതെ പട്ടിയെ പോലെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. എടാ, നിന്റെ അധ്വാനം ഇവിടെ ആരും കുറച്ച് കാണുന്നില്ല. പിന്നെ നീ കഷ്ടപ്പെട്ട് പണിയെടുത്തുള്ള കാര്യം എന്നോട് പറയേണ്ട ആവശ്യമില്ല. അപ്പന് വേണ്ടിയേ ഞാൻ ഇഷ്ടം പോലെ മെടഞ്ഞിട്ടുള്ളതാണ്. ചേട്ടായി പണിയെടുത്തിട്ടുണ്ടെങ്കിലേ ആവശ്യത്തിനും കിട്ടിയിട്ടുമുണ്ട്. ചേട്ടായി ഡൈവേഴ്സ് കേസിനൊക്കെ അപ്പൻ എന്നെ കാശ് മുടക്കിയിട്ടുണ്ടെന്നാ. മോനെ ജയ്സാ, നീ ഇതിനൊക്കെ ഒരു പറ്റുബുക്ക് വെക്കണ്ടായിരുന്നുള്ള കാര്യം ചേട്ടായി അറിഞ്ഞില്ല കേട്ടാ. വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും കൃത്യം കണക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനെ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടുള്ള അവമാനം ഞാൻ സഹിച്ച്. ഈ വീട്ടിലുള്ളവർക്ക് അഭിപ്രായം പറയാൻ ആദ്യമായിട്ടൊരു അവസരം കിട്ടിയതല്ല അങ്കിളെ. ഇത് പറയട്ടെ, നമ്മളോട് കൂടിയിരിക്കുന്നത് സംസാരിക്കാനൊന്നുമില്ല ചേട്ടായി. എനിക്കും എൻ്റെ മകനും ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. തൽക്കാലം ഈ വീട്ടിലൊരു വീതം വെപ്പിൻ്റെ ആവശ്യമില്ല. ആണ്ട് കഴിയട്ടെ. ചേട്ടായി ചേട്ടായിവിടെ വന്നു. ചേട്ടായി ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പനെ ആശുപത്രി കൊണ്ടുപോയാൽ ഇവിടുന്ന് വരെയുള്ള ഇവിടുത്തെ മുഴുവൻ ചിലവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. ബിൻസിയുടെ പേരിൽ FD പൊട്ടിച്ചിട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഞാനിതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടായി ഒരു പടക്കാരനായിട്ട് ഇവിടെ വന്നായിരുന്നല്ലോ, അവനൊരു സെറ്റിൽ ചെയ്ത് ഞാനാണ്. എന്നിട്ട് ഇപ്പോൾ പള്ളിക്കാരുടെ നാട്ടുകാരെ എല്ലാം വായിരിക്കുന്ന പലതും ഇവിടെ കേൾക്കുന്നുണ്ട്.